ഇനി നമുക്ക് വൈറ്റ് കളറിൽ ഒരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാം. ഒരു ചെറിയ പീസ് ചിക്കനും ക്യാരറ്റ്, ബീൻസ്, കിഴങ്ങ്, ഉള്ളി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതും കൂടെ വേണം. മുഴുവൻ ഗരം മസാലയും വേണേ. എണ്ണ ചൂടാക്കി ഗരം മസാല പൊട്ടിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും സവാളയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും പച്ചക്കറികളും കൂടെ ചേർക്കുക. ചിക്കൻ ചെറുതായിട്ട് പച്ചക്കറികളുടെ കൂടെ തന്നെ കട്ട് ചെയ്താൽ മതി. എല്ലില്ലാത്ത ചിക്കൻ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ്. ഒരു പിടി തേങ്ങ നന്നായിട്ട് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് എടുത്താൽ മതിയാവും കേട്ടോ. 2-ാം പാലും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ 2-3 ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു 2 വിസിലിന് കുക്കർ അടിച്ചെടുക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വയ്ക്കാം. നമ്മുടെ ചിക്കന് ആയിട്ടുണ്ട്. തുറന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കുക. പൊടിച്ചത് കേട്ടോ ഗരം മസാല. പിന്നെ നമ്മുടെ കോൺഫ്ലവർ കലക്കിയത് മെറ്റലാസ് നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുത്ത് ഇളക്കിയാൽ നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ റെഡിയായി. ഇത് വെജിറ്റബിൾ മാത്രം ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ സ്റ്റ്യൂ ആണ്. മുട്ട പുഴുങ്ങി ചേർത്ത മുട്ട കൊണ്ടുള്ളൊരു സ്റ്റ്യൂ ആണ്. പിന്നെ ബീഫ് ചേർത്ത ബീഫ് സ്റ്റ്യൂ ആയിട്ടും ഉപയോഗിക്കാം. അപ്പം, ഇടിയപ്പം എല്ലാത്തിനും ചേരും. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.